വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുകൊണ്ട് കുറച്ച് സെറ്റും മുണ്ടും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച സെറ്റും മുണ്ടുകൾക്കും അതുപോലെ കുർത്തികൾക്കും ഒക്കെ ഭയങ്കര ഹൈ ഡിമാൻഡായിരുന്നു. എൻ്റെ കയ്യിൽ അത്ര പീസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ഒരുമിച്ച് എടുത്ത് വെക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒത്തിരി എൻക്വയറി എനിക്ക് വന്നപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുർത്തികളാണ് ആദ്യം കാണിക്കുന്നത്. കുർത്തി ആദ്യം കാണിക്കാം, പിന്നെ സെറ്റ് മുണ്ടുകൾ കാണിക്കാം കേട്ടോ. അപ്പോൾ കുർത്തിക്കകത്ത് ആദ്യം ഞാൻ കൊണ്ടുവന്നതിലുള്ള 2 ഐറ്റം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു പുതിയ ഐറ്റം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. ഒന്ന് കുറച്ച് സെറ്റ് മുണ്ടൊക്കെ കൂടുതലുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. കാണിച്ച ഐറ്റമാണ് നിങ്ങൾക്ക് വീണ്ടും ചിലതൊക്കെ പുതിയതുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കോളൂ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് അത്രയ്ക്കും കൂടുന്നില്ല. നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ ചാനൽ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പം കൊണ്ടുവന്നിരിക്കുന്ന സെറ്റും മുണ്ടും ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എത്ര അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അതെനിക്ക് കുറച്ച് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് റേറ്റിൽ തരും. എനിക്ക് കൂടുതലാണ് കിട്ടുന്നെങ്കിൽ പിന്നെ എനിക്ക് അതിലും കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 220 സെറ്റും കൊണ്ട് തന്നപ്പോൾ എനിക്ക് വിചാരിക്കാമോ ഇതെനിക്ക് വേണമെങ്കിൽ 350 കൊടുത്താലും ആളുകൾ വാങ്ങിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ എടുക്കത്തില്ല. എനിക്ക് കുറച്ച് കിട്ടിയാൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ഷൻസിലേക്ക് പോകാം. ഞാൻ ഒരുപാട് അങ്ങ് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. കാണിച്ച കളക്ഷൻസ് തന്നെയാണ്. ഇതിനകത്ത് ആദ്യം കുർത്തിയിൽ ഒരു കുർത്തി ഞാൻ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുർത്തിയുടെ ഒരു പുതിയ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. അത് ആദ്യം കാണിക്കാം. ഈ കുർത്തി നോക്കിക്കോളൂ. ഈ അജ്രക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണല്ലോ. അപ്പോൾ ഇത് നല്ല കോട്ടണിനകത്ത് ഈ അജ്രക് പാച്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം. എന്താ നല്ലൊരു വി നെക്ക് കൊടുത്തിട്ട് ഈ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് ഒരു ബ്ലൂവും മെറൂണും കൂടാണ് കളർ വന്നിരിക്കുന്നത്. ബ്ലൂവും മെറൂണും കൂടിയ ഒരു അജ്രക് പാച്ച്. ഇത് ഫുള്ളിൽ വന്നിരിക്കുമല്ല, ഈ ഒരു സെൻറ്റർ പാനലിൽ ഫുൾ ഇങ്ങനെ അത് ഫോളോ ചെയ്തിരിക്കുക. ഞാൻ കുർത്തി നിവർത്തി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. എന്താ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ അധികവും കണ്ടിരിക്കുന്നതൊക്കെ ഇവിടെ മാത്രം ഒരു പാച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ അധികവും കണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അതിനകത്ത് നടുക്ക് മാത്രം വർക്ക് താഴെ വരെ പോകുന്നു. അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ട് പടി പോലെ കൊടുത്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കിക്കോ, സ്ലീവിനകത്ത് നോക്കി കട്ടിയുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതൊന്നും ഒരു പോളിസ്റ്റർ മിക്സ് ഒന്നുമല്ല, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ സ്ലീവിനകത്ത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, ലൈനിങ് കൊടുത്തിട്ടില്ല. ബോഡി പാർട്ടിൽ ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല കോട്ടൺ ലൈനിങ് കൊടുത്തിട്ട് സൈഡ്സിൽ കുർത്തിയാണ്. നല്ലൊരു വി നെക്കാണ് വന്നിരിക്കുന്നത്. ഈ അജ്രക് പാറ്റേൺ ഇങ്ങറ്റം മുതൽ അങ്ങേറ്റം വരെ പോയിരിക്കുന്നു. നോക്കിക്കോ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്തിക്ക് ഒരു 50 കാണും. കാരണം ഇത് ഫുൾ അനാർക്കലി ടൈപ്പാണ്. ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെ നീളം കിട്ടും. അതായത് ഒരു 47 നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അത്രയും കിട്ടുന്ന ഒരു കുർത്തിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും കണ്ടു കാണും. നല്ലൊരു എന്താ പറയേണ്ടത്, ഒരു ക്രീമിൽ നിന്ന് കുറച്ചും കൂടെ എന്താ പറയേണ്ടത് ഗോൾഡൻ ഇതിലേക്ക് വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ. വെറും ഒരു ക്രീമല്ല, ക്രീമിൽ നിന്ന് അല്പം ഒരു ഗോൾഡനിലേക്ക് കലർന്നിട്ടുള്ള കടന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കുർത്തി. ഇതിൻ്റെ എല്ലാ സൈസസും ഉണ്ട്. മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ വീനെക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കുർത്തിക്ക് 490 ആയിരുന്നു. ഇതിന് 490 തന്നെയാണ് റേറ്റ് കേട്ടോ. പിന്നെ സെക്കൻഡ് കുർത്തി ഞാൻ കാണിച്ച കുർത്തി തന്നെയാണ്. ഇതെല്ലാവർക്കും ഒരുപാട് എൻക്വയറി വന്ന കുർത്തിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടെ ഗോൾഡൻ ടിഷ്യൂവിൽ വരുന്ന മെറ്റീരിയലുമാണ്. അതുപോരാത്തതിന് ഇതിൻ്റെ ഒരു ഹൈ നെക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഇതിനോടൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. ഇതാണിതാ കുർത്തി. ഞാൻ ആദ്യം കാണിച്ചതാണ്, അതുകൊണ്ട് ഇനി കൂടുതൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കുർത്തിയാണ്. നല്ല വി നെക്കാണ്, ഹൈ നെക്കിലാണ് വന്നിരിക്കുന്നത്. കോളർ നെക്ക് ഹൈ നെക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ പാച്ചുണ്ട്, നോക്കിക്കോ. ഹാൻഡ്സിൻ്റെ തുമ്പത്ത് പാച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റഡ് ആണ് കുർത്തി പോകുന്നത്. നല്ല നീളം കിട്ടും, 47 ഇഞ്ച് നല്ല നീളം കിട്ടും കേട്ടോ. സൈഡ് സ്ലിറ്റഡ് ആണ്. ഇത് കുറച്ചൊരു ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതിനകത്ത് കുറച്ച് നോക്കിക്കോ, ഒരു ചെറിയൊരു തിളക്കമുണ്ട്. അതായത് ആ ഗോൾഡൻ ടിഷ്യൂവിൻ്റെ ഒരു തിളക്കം, അതായത് ഇതിൻ്റെ ഭംഗി. ഇതിനകത്ത് ഈ കസവും ഈ ഗോൾഡൻ ടിഷ്യൂവുമായിട്ട് വന്നപ്പോൾ ഇതൊരു അടിപൊളി സെറ്റാണ് കേട്ടോ. ഇത് നല്ലൊരു കുർത്തിയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും എൻക്വയറി വന്നത്.
അപ്പോൾ ഞാനതിപ്പോൾ ആവശ്യത്തിന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഓർഡർ അയച്ചോളുക. ഇതിൻ്റെ റേറ്റ് 530 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ കാണിച്ചത് എന്താ ഈ കുർത്തിയാണ്. ഇതിന് ഒത്തിരി ഡിമാൻഡായിരുന്നു, അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും തുറന്ന് കാണിക്കണോ? വേണമെങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് തുറന്ന് കാണിച്ചേക്കാം. ഇതും റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതാണ്. വേറെ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ബ്ലാക്കിലേക്കാളും എനിക്ക് ഇതിന് തന്നെ ഭംഗി തോന്നിയത്. ഇതിന് ഒത്തിരി പേരുടെ ഡിമാൻഡും ഉണ്ടായിരുന്നു. നല്ലൊരു വൈഡ് യൂനക്കാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ ഒരു വി കട്ടിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് മുഴുവനും ത്രെഡിൻ്റെ വർക്കുകളാണ്. ത്രെഡ് വർക്ക് താഴെ വരെ പോയേക്കുക. ഈ ത്രെഡ് വർക്കിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് സിൽവറിൻ്റെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ഇതിനകത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. ഫുള്ള് സിൽവറിൻ്റെ സീക്വൻസ് വർക്ക് താഴെ വരെ ഇതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ കൈ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും. അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്. ഇതിനകത്തെല്ലാം ഈ സീക്വൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലെല്ലാം സീക്വൻസ് വർക്കുകളുണ്ട്. ചിലപ്പം വീഡിയോയിൽ ചിലത് അത്രയ്ക്ക് അങ്ങ് ക്ലിയർ ആയിട്ട്, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ എനിക്ക് തോന്നി അത് ക്ലിയർ ആയിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഇതാണ് ഈ കുർത്തി, നിങ്ങളെല്ലാവരും കണ്ട കുർത്തിയാണ്. നല്ലൊരു വൈഡ് നെക്കാണ്. താഴെ വരെ നോക്കിക്കേ, താഴെ വരെ ഈ ഡിസൈൻ പോകുന്നുണ്ട്. ഇതാ ഈ ഒരു സിംഗിൾ പാനലിലെ ഡിസൈൻ പോകുന്നത്, രണ്ട് സൈഡിലും പ്ലെയിൻ ആയിട്ട്. അത് തന്നെയാണ് അതിൻ്റെ ഭംഗി. കയ്യിൽ ഫുള്ള് ഡിസൈൻ വരുന്നുണ്ട്. കൈയുടെ ഫുള്ള് ഭാഗത്തും ഡിസൈൻ വന്നിട്ട് തുമ്പത്ത് മാത്രം ഇതുപോലെ നല്ല ഒരു എന്താ പറയേണ്ടത് പടി കൊടുത്തിട്ട് കുറച്ച് വീതിയിൽ കൊടുത്തിട്ട് ഡബിൾ ലെയറിലൊക്കെ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ. ഓണത്തിൻ്റെ സമയത്തൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് ഈ കളറിൻ്റെ ലെഗിങ്സോ, ഈ മെറൂൺ കളറിൻ്റെ ലെഗിങ്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ക്രീമോ ഏത് വേണമെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്കിത് പെയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ അടിപൊളിയായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഈ സെറ്റ് നിങ്ങൾ കണ്ടതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപ തന്നെയാണ്. അപ്പോൾ ആദ്യം കാണിച്ചതും രണ്ടാമത് കാണിച്ചതും നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ്. ഒരു കുഴപ്പമുള്ളതല്ല, ഒരു മിക്സോ ഒന്നുമില്ല അതിനകത്തത്. ഇടയ്ക്ക് കാണിച്ച് ആ ഒരു ഹൈനെക്ക് കുർത്തി മാത്രമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആദ്യത്തേതിൻ്റെ അവസാനത്തിൻ്റെ റേറ്റ് 490. ഇടയ്ക്ക് കാണിച്ച ഹൈനെക്കിൻ്റെ മാത്രം റേറ്റാണ് 530 വരുന്നത്. അത് മെറ്റീരിയൽ വേറെയാണ്. അതിൻ്റെ ഒരു എന്താണ് സ്റ്റൈലും വേറെയാണ്. അതുകൊണ്ട് അതിനിത്തിരി കൂടുതൽ വരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സെറ്റ് മുണ്ടുകളുടെ കളക്ഷനാണ്. സെറ്റ് മുണ്ടുകൾ ഞാൻ അന്ന് ഒരുപാട് കാണിച്ചു. അന്ന് ഒരുപാട് കാണിച്ചില്ല, അന്നൊരു 4-5 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് കുറച്ച് ഓഫറിൽ കിട്ടിയതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ റേറ്റിൽ കാണിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ആ റേറ്റിലല്ല, ഇച്ചിരി കൂടെ റേറ്റ് കൂടുതൽ. എന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് കൂടുതലൊന്നുമില്ല. ഇന്ന് എനിക്ക് ആ റേറ്റ് കിട്ടിയില്ല. അത് അന്ന് കിട്ടിയ റേറ്റിൽ ഞാൻ അന്നിട്ടു. അതുപോലെ അന്ന് കാണിച്ച സെറ്റുമുണ്ടല്ല ഇന്ന് കാണിക്കുന്നത്. ഇന്ന് കാണിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റുമുണ്ട് തന്നെയാണ്. അന്ന് കാണിച്ചതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അന്ന് കാണിച്ച ഒരു കളറും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. വേറെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. എല്ലാത്തിലും എന്താ പറയേണ്ടത് പ്ലെയിനും പിന്നെ കസമിൻ്റെയും കൂടെ വർക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഞാനത് എനിക്ക് ഹോൾസെയിൽ റേറ്റ് ഇന്ന് ചെന്നപ്പം കിട്ടിയ അതേ റേറ്റിൽ തന്നെ പറയാം. അതിനകത്ത് എനിക്കൊരു എന്തോ പറയണ്ടേ, വെറും മാർജിനൽ എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യം കിട്ടിയ റേറ്റിൽ എനിക്ക് ഒരിക്കലും ഇടാൻ പറ്റത്തില്ല. കാരണം ആ റേറ്റിൽ ഇന്ന് അവിടെ തന്നില്ല, ആ റേറ്റിൽ ഇല്ല അവിടെ. അപ്പോൾ ഇന്ന് വേറെ ടൈപ്പാണ്. അപ്പോൾ ഓരോ സമയത്ത് വരുന്നതനുസരിച്ച് അവർ തരത്തുള്ളൂ. ഇപ്പോൾ ഹോൾസെയിൽ കടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഉള്ളതായിരിക്കില്ല അടുത്ത പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കോളൂ. ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇത് ആദ്യത്തെ, ഞാൻ അടുത്ത് ക്ലോസർ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ സെറ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ സെറ്റ് വരുന്നത്. ഇതിൻ്റെ കര വരുന്നത് പച്ചക്കരയാണ് കേട്ടോ. നല്ല ബോട്ടിൽ ഗ്രീൻ ഇല്ലേ, നല്ല പച്ചക്കരയും ഇടയ്ക്ക് കസവിൻ്റെ കരയും പിന്നെ വിട്ടിട്ട് ഒരു പച്ചക്കരയും, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നല്ല നീളം കിട്ടും കേട്ടോ. ഇനി നേരിയതിന് നീളം ഉണ്ടോയെന്ന് എന്നോട് ഓരോ പ്രാവശ്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് ഉടുത്ത് നോക്കി. എനിക്ക് നീളം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നീളം കിട്ടും. കാരണം ഞാൻ അതുപോലെ കുറച്ച് ഹൈറ്റ് തടിയെല്ലാം ഉള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനാവശ്യത്തിന് നല്ല നീളം, എനിക്ക് നല്ല തുമ്പ് കിട്ടും കേട്ടോ. ഇതുപോലെതാ അപ്പോൾ ഇതിനൊക്കെ തുമ്പ് കിടക്കുന്നില്ലേ, ഇതുപോലുള്ള തുമ്പും കിട്ടും. നമുക്ക് ഇവിടം വരെ കുത്താനും കിട്ടും നേരിയതിന്. അപ്പം ഇതാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഈ ഗ്രീൻ കര മാത്രമാണ് പോകുന്നത് കേട്ടോ. സൈഡ് ഫുള്ള് നേരിയത് വരും, അല്ല ഫുൾ മുണ്ട് വരും. ഇതിൻ്റെ ഈ നമ്മൾ കുത്തുന്ന ഭാഗത്തില്ലേ, അതാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ ഈ രണ്ട് പോർഷനിലും മേളിലും താഴെയായിട്ട് ഈ കരയാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഇങ്ങനെ വരും. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചിലതിനൊക്കെ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറയുമ്പം വ്യത്യാസം വരുന്നത് ചിലതിൻ്റെ ഇവിടെ ചിലപ്പം എന്താണ് കളർ വരും.
എന്നിട്ട് ഈ രണ്ട് സൈഡിലും ഗോൾഡൻ കര വരും. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അത് ഞാൻ ഓരോന്നും വരുമ്പോൾ നിങ്ങളോട് പറയാം. ഇതാണ് ഫസ്റ്റ്. ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ. ഇനി സെക്കൻഡ് സെറ്റ് നോക്കിക്കോ. ഇതാണ് സെറ്റ്. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, ഇത് കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ കളറ്. കോഫി ബ്രൗണിൽ നിന്ന് ബ്ലാക്കിലേക്ക് കലർന്ന്, എന്നാൽ ബ്ലാക്ക് ഒട്ടല്ല, അതാനും കോഫി ബ്രൗണിൻ്റെ ഒരു ഡാർക്കായിട്ട് വരും. അങ്ങനത്തെ ഒരു കളറാണ് ഇത് വരുന്നത്. ഇതിന് നടുക്ക് കസവാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഡിഫറൻസ്. ആദ്യത്തേതിൽ നടുക്ക് കസവായിരുന്നു, ഇതിൻ്റെ നടുക്ക് കസവ് വരുന്നു. രണ്ട് സൈഡിലും ഈ ബ്രൗണിഷ് ബ്ലാക്ക് എന്ന് പറയാം, അങ്ങനത്തെ ഒരു കളർ. അതിൻ്റെ കരയും കൂടെ വന്നിരിക്കുന്നു. നേരിയതിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇങ്ങനെ വരും. നേരിയതിൻ്റെയും മുണ്ടിൻ്റെയും കൂടെ ഇങ്ങനെ വരും. കാണാമല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതാണ് സെക്കൻഡ് വന്നിരിക്കുന്നത്, സെക്കൻഡ് കളറ്. ഇനി വന്നിരിക്കുന്ന കളറ് ആദ്യം കാണിച്ചത് ബോട്ടിൽ ഗ്രീൻ അല്ലേ, അതിൻ്റെ തന്നെ ഇച്ചിരിയും കൂടെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ ഗ്രീൻ ഇതിൻ്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗ്രീനാണ് ഇതിനകത്ത് കൂടുതൽ എവിഡൻ്റ് ആയിട്ടുള്ളത്. ഗ്രീൻ എവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് ഗ്രീനും കണ്ടോ, നടുക്കുള്ള പോർഷനിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീനും, സൈഡിലേക്ക് വരുമ്പം കസവും, രണ്ട് കസവിൻ്റെ കരയും, പിന്നെ ഈ സൈഡിൽ വീണ്ടും ഒരു കസവിൻ്റെ കരയും കൂടെ കൂട്ടിയിട്ടാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദേ ഇങ്ങനെ വരുന്ന സെറ്റാണ്. അതായത് ഇതിനകത്ത് ഗ്രീനാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. മറ്റേ ആദ്യം കാണിച്ച സെറ്റിലാണെങ്കിൽ ഗ്രീൻ അല്ല, ആദ്യം കാണിച്ച സെറ്റിലാണെങ്കിൽ ഏതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ, കസവ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തോളുക. ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഒരു എന്താ പറയേണ്ടത്, ബ്ലൂയിഷ് പർപ്പിൾ എന്നൊക്കെ പറയൂല്ലേ, ബ്ലൂ അല്ല പർപ്പിളും അല്ല, എന്നാൽ ഒരു നല്ലൊരു കളർ. അങ്ങനത്തെ ഒരു കളർ അടുത്തത് വന്നിരിക്കുന്നത്. ഇതാ ഷെയ്ഡ്. നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂവിന്ന് ഇച്ചിരി ഒരു പർപ്പിളിലേക്ക് കലർന്ന ഒരു കളറ്, കടന്ന ഒരു കളറ്. അങ്ങനത്തെ ഒരു കളറാണ്. ഇതിനകത്ത് നടുക്ക് ഇതുപോലെ കൂടുതൽ കളറും സൈഡിൽ ചെറിയ കസവുകളുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലും കസവ് വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. എല്ലാത്തിൻ്റെ സൈഡിൽ പോകുന്നത് ഇപ്പം നമുക്കിതിൻ്റെ ആ ഒരു ലൈറ്റ് ബ്ലൂ വരും. എല്ലാത്തിൻ്റെ സൈഡ് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതാണ് അടുത്ത കളറ്. വേണ്ടവർ ഏത് കളറാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. കാരണം ഈ പ്രാവശ്യം ഒരുപാട് കളറുകൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കളറൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു ബ്ലാക്കും ഒരു മെറൂണും ഒക്കെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ പ്രാവശ്യം ഒരുപാട് കളറുകൾ എനിക്ക് കിട്ടി. ഇത് നോക്കിക്കോ. ഇത് അതിലും നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. ഗ്രീനിൻ്റെ തന്നെ എന്തോന്നാ ഇത്, ഇതെന്ത് ഗ്രീൻ എന്നാണ് പറയണ്ടേ, ഗ്രീൻ ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളണം ഇത് കണ്ടിട്ട്. ഈ ഗ്രീനിന് നമ്മൾ പിസ്തയല്ല എന്ന തത്തപ്പച്ചയാണോ അതുമല്ല, അതൊന്നുമല്ലാത്ത നല്ലൊരു സ്റ്റാൻഡേർഡ് ഗ്രീൻ. ഏത് ഏജുകാർക്കും ഉടുത്താലും നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഞാനിങ്ങനെ പിടിച്ച് കാണിക്കുന്നത്. കാരണം പല പല കളറുകളാവുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോരുത്. അപ്പോൾ ഈ ഗ്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇത് കുറച്ചൊരു ലൈറ്റാണ്, നോക്കിക്കുക, ലൈറ്റ് ഗ്രീനാണ്. മറ്റേതിൻ്റെ വരുമ്പോൾ ഡാർക്ക് ഗ്രീനാണ് വന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ലൈറ്റാണ്. മറ്റേത് നല്ല ബോട്ടിൽ ഗ്രീനാണ്. ഇത് കുറച്ചും കൂടെ നല്ലൊരു എന്താ പറയേണ്ടത്, കുറച്ചും കൂടെ നല്ലൊരു എനിക്ക് ഈ ഗ്രീനിനോടൊരു പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ആളാണ്. ഗ്രീൻ തന്നെ എനിക്കിഷ്ടമാണ്, എല്ലാ ഗ്രീനും എനിക്കിഷ്ടമാണ്. ഈ ഗ്രീനിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു സെറ്റ്. ഇതിൻ്റെയും പീസുകളുണ്ട് കേട്ടോ, ഒരു പീസൊന്നും അല്ല ഉള്ളൂ, കൂടുതൽ പീസുകളുണ്ട്. ഇനി അടുത്തത് നോക്കിക്കോ. ഇത് ആദ്യം കാണിച്ച കളറല്ല കേട്ടോ. ആദ്യം കാണിച്ചത് ഒരു ബ്ലൂ ആയിരുന്നു അതിനകത്ത് എൻഹാൻസ് ചെയ്തിരുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടെ വയലറ്റാണ് കൂടി നിൽക്കുന്നത്. വയലറ്റാണ് പ്രീഡൊമിനൻ്റ് ആയിട്ട് ഇതിനകത്ത് നിൽക്കുന്നത്. ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി കളറുകൾ കിട്ടിയിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഗ്രീനിൻ്റെ പല ഷെയ്ഡുകളുണ്ട്, ബ്രൗൺ ഉണ്ട്, ഇങ്ങനെ പല പല ഷെയ്ഡിലുള്ള മെറ്റീരിയൽസ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്തോളുക. ഇത്രയുമാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത്. ഈ ഒരു ടൈപ്പ് ഞാൻ കാണിച്ചില്ലേ, അതിനകത്ത് വരുന്നത് ഇത്രയുമാണ്.
ഇതിൻ്റെ ഈ പ്രാവശ്യം നിങ്ങളിപ്പോൾ ഞാൻ റേറ്റ് പറയുമ്പം പറയരുത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഞാൻ കൂടുതൽ ഇട്ടു എന്നൊന്നും പറയരുത്. ഈ പ്രാവശ്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെ എനിക്ക് കൂടുതലാണ് കിട്ടിയത്. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ളൊരു റേറ്റ് പറയുന്നു. അധികം വ്യത്യാസമൊന്നുമില്ല. 60-70 രൂപയെ കൂടുതലുള്ളൂ. ഇതിനെല്ലാത്തിനും 299 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, അതിൻ്റെ സ്റ്റൈലിന് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് റേറ്റിൻ്റെ വ്യത്യാസം വന്നത്. അപ്പം ഇത് ഇപ്പം 299 ഞാൻ ഇപ്പം കാണിച്ചിരിക്കുന്ന ഈ എല്ലാ സെറ്റ് മുണ്ടുകൾക്കും. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാം. ഇനി ഞാനൊരു ഡിഫറെൻറ്റ് സൈസാണ് ടൈപ്പ് ഓഫ് സെറ്റ് മുണ്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫസ്റ്റ് സെറ്റ് ഇതാ വരുന്നത്. ഇത് കുറച്ചും കൂടെ ഹെവിയാണ്. അപ്പോൾ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ പലരും പറഞ്ഞു കരയൊക്കെ ഒത്തിരി ചെറുതാണല്ലോ മാഡം, കുറച്ചും കൂടെ വീതിയൊക്കെയുള്ള കരയുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടി. നല്ലൊരു അടിപൊളി സെറ്റാണ് കേട്ടോ. ഇത് മുണ്ട്, ഇത് നേരിയത്. ഇതിൻ്റെ കളറ് വരുന്നത് നല്ല ഒരു മെറൂൺ കളറാണ്. മെറൂൺ കളർ നടുക്ക് വന്നിട്ട് പിന്നെ 3 ലൈനായിട്ടാണ് ഇതിനകത്ത് ഇതിൻ്റെ ഈ ലൈൻസ് പോയിരിക്കുന്നത്. നോക്കിക്കേ, 3 ലൈൻസ് വന്നിട്ട് ഗോൾഡൻ ഇത് പോയിരിക്കുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് മെറൂൺ വന്നിട്ട് പിന്നെയും 3 ലൈൻസ് വന്നിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മെറൂൺ വന്നിരിക്കുന്നു. ഇവിടെ വീണ്ടും ഒരു ഗോൾഡനും മെറൂണും ഇടവിട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തുമ്പത്തെ കരയ്ക്കും വ്യത്യാസമുണ്ട്. ഒരെണ്ണം ഞാനൊന്ന് വിടുത്തി കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഇവിടുത്തെ കര നോക്കിക്കേ, വെറുതെ പ്ലെയിൻ അല്ല. മറ്റേതിനകത്തൊക്കെ വെറും പ്ലെയിൻ കരയല്ലായിരുന്നു ഞാൻ കാണിച്ചതിനകത്തല്ല. ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്തൊന്നും പ്ലെയിൻ അല്ല കര വന്നിരിക്കുന്നത്. കസവും ഉണ്ട്, 3 നിര കസവും പിന്നെ ആ മെറൂൺ കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ കൂട്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കര വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റ് മുണ്ട് വരുന്നത്. ഇതാണ് മുണ്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ നേരിയത് വരുന്നത്. ഇതെല്ലാം നല്ല നീളമുള്ള സെറ്റാണ് കേട്ടോ. എല്ലാം 2.8 ആണ്. നീളം കിട്ടത്തില്ലെന്ന് വീണ്ടും ആരും ചോദിക്കേണ്ട. എല്ലാത്തിനും നല്ല നീളം കിട്ടും. ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹെവിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് വർക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഇത് ആദ്യത്തേത് പോലല്ല. ആദ്യത്തേതിന് ഇത് ഇത്രയും കരയേ ഉള്ളൂ ആകെ. ഇതിൻ്റെ ഡബിളിലും കൂടുതലായിട്ടുള്ള കരയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ അതൊരെണ്ണമാണ് ആദ്യത്തെ സെറ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റ് വരുന്നത് കസവിൻ്റെ മാത്രം കര. കസവിൻ്റെ മാത്രം കര ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് വളരെ ചെറിയ കരയായിരുന്നു. അതായത് ഈ കസവിൻ്റെ ഇവിടുത്തെ ഈ കര വന്നിരിക്കുന്നത് തീരെ ചെറുതായിട്ടുള്ള ഒരു കസവ് കരയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഇത് അതിൻ്റെ ഡബിളിലും വലുതാണ് കേട്ടോ. അത്രയും കര വരുന്നുണ്ട്. ഇതാണ് സെറ്റ്. ഇതിനകത്ത് കസവല്ലാതെ വേറൊന്നും വരുന്നില്ല. ഫുള്ള് കസവിൻ്റെ കരയാണ് വരുന്നത്. ഈ സൈഡിലത്തെ ത്രെഡും വരുന്നത് കസവിൻ്റെ കരയാണ് ഫുള്ള് വരുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും ഇവിടെയും വരുന്നത് കസവ് തന്നെയാണ്. ഇതാണ് ഈ സെറ്റ്. ഇത് നല്ല വീതിക്കുള്ള കസവ് കരയാണ് വന്നേക്കണേ കേട്ടോ. അല്ലാതെ വീതി കുറഞ്ഞ ടൈപ്പല്ല. ഇങ്ങനെ വരും ഇതിൻ്റെ സെറ്റ്. ഈ സെറ്റ് ഇങ്ങനെ വരും. കസവിൻ്റെ മാത്രം വേണമെന്നുള്ളവർക്ക്. ഇനി അടുത്തത് വന്നിരിക്കുന്നത് ബ്ലാക്കിൻ്റെയും കസവിൻ്റെയും കൂടി. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു. പക്ഷെ അത് വളരെ ചെറിയ കരയൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ ഒരെണ്ണം കാണിച്ചു. ഇതങ്ങനത്തെയല്ല. ഇത് കുറച്ച് എന്താ പറയേണ്ടത് ഹെവി ആയിട്ട് വരുന്നതാണ്. അതായത് കസവ് കരയൊക്കെ കണ്ടോ, ഒരു കസവിൻ്റെ കരയും പിന്നെ ഒരു ബ്ലാക്കും പിന്നെ ഒരു കസവും ബ്ലാക്കും എല്ലാം കൂടെ ഇങ്ങനെ ഇടവിട്ട് വരുന്നതാണ്. ഇതൊക്കെ കുറച്ചും കൂടെ ഹെവി സെറ്റാണ്. ഇതാണ് സെറ്റ്. ഇങ്ങനെ വരും. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഈ സൈഡ് നോക്കിക്കേ, സൈഡ് വരുമ്പോഴും ഡിഫറൻസ് ഉണ്ട് കണ്ടോ. കസവും രണ്ടും കൂടെ, കസവും ബ്ലാക്കും രണ്ടും കൂടെ വിട്ടാണ് വരുന്നത്. 2 ലൈനായിട്ട് വരുന്നുണ്ട്. അല്ലാതെ ഒരു സിംഗിൾ ഇതിലല്ല വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന പാറ്റേണുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ഇത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി അത് എന്താ പറയേണ്ടത് ഹെവി ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇത്. ഇത് ബ്ലാക്കും കസവും കൂടെ ഒരുമിച്ച് വരുന്നത്. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്. അത് വേറൊരു പാറ്റേൺ ആണ്. അത് ഇങ്ങനെയാണ്. ഈ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതതിൻ്റെ മുണ്ട് നീളത്തിലുള്ളത്, ഇത് നേരിയത്. ഇതിനകത്ത് വരുന്നത് നോക്കിക്കേ കണ്ടോ, ഈ കസവാ കൂടുതൽ വരുന്നത്. മറ്റേതിനകത്ത് ആദ്യം ഞാൻ ഒരെണ്ണം കാണിച്ചില്ലേ, അത് നിങ്ങൾക്ക് രണ്ടും കൂടെ കൺഫ്യൂസ് ആവരുത്, അത് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഞാൻ ഒരെണ്ണം നിവർത്തി കാണിച്ചില്ലേ, അതിനകത്ത് കണ്ടോ അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാനാണ്. അതിൻ്റെ വീട്ടിലകത്ത് എടുത്ത് കാണിച്ചു തരാവേ.
നോക്കണ്ടോ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് രണ്ട് ഹെവി സെറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. ഈ സെറ്റ് വരുമ്പോൾ അതായത് ഇതിനകത്ത് മെറൂൺ കുറച്ച് എന്നാ പറയേണ്ടത്, കുറച്ച് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഇതിനകത്ത് കസവിൻ്റെ ലൈൻസാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കസവ് കൂടുതൽ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മെറൂണിൻ്റെ ലൈൻസും വന്നിരിക്കുന്നു. ഇവിടെ കസവും മെറൂണും എല്ലാം കൂടെ കൂട്ടി. ഇത് വേറൊരു പാറ്റേൺ ആണ്. മെറൂൺ തന്നെയാണ് കളർ രണ്ടിൻ്റെയും മെറൂണാണ്. പക്ഷേ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് അടുത്തടുത്ത് ലൈൻസ്, അത് കുറച്ച് വിട്ട് മെറൂൺ കുറച്ച് കൂടുതൽ വരുന്നു. ഇതിൽ കസവ് കുറച്ച് കൂടുതൽ വരുന്നു. അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇപ്പം ഞാൻ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന സെറ്റുകളുണ്ടല്ലോ, ഹെവി ആണെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ച സെറ്റില്ലേ, അവിടെ മുതലുള്ള എല്ലാ സെറ്റിൻ്റെയും റേറ്റ് വരുന്നത് 340 രൂപയാണ്. 340 രൂപയാണ്. ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ, ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അത്രയും വില കുറച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഫ്രീ ഷിപ്പിംഗ് തരാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് കേട്ടോ, തരണമെന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല, നിർവാഹമില്ല. എന്നെ നിങ്ങൾ നഷ്ടപ്പെടണമെന്നിട്ട് ആഗ്രഹിക്കത്തുമില്ല, അതും എനിക്കറിയാം. അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് വരും, ഒരു 40 രൂപ ഷിപ്പിംഗ് ചാർജ് വരും. കുർത്തിക്കാണെങ്കിലും മറ്റേ ഇതിനാണെങ്കിലും രണ്ടിനും ഷിപ്പിംഗ് ചാർജ് വേറെ എക്സ്ട്രാ വരുന്നതായിരിക്കും. എല്ലാവരും ഞാൻ ഈ ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഷിപ്പിംഗ് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടിരിക്കുന്ന ഈ സെറ്റുകളെല്ലാം ഇഷ്ടപ്പെട്ടത് വേഗം ഓർഡർ ചെയ്തു. കാരണം എനിക്ക് സാരി കാണിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓർഡർ ചെയ്ത്, കാരണം പെൻഡിങ് എടുക്കുക ഓർഡർ. ഈ കുർത്തിയുടെയും ഈ സെറ്റ് മുണ്ടിൻ്റെ ആണെങ്കിൽ ഒത്തിരി പേര് ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെൻഡിങ് ഓർഡർ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങ് തീർത്തിട്ട് സാരി ഇടാമെന്ന് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക. ഇതുവരെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതങ്ങ് തീർന്ന ഉടൻ 1-2 ദിവസത്തിനകം, നാളെയോ നാളത്തെ കഴിഞ്ഞോ തന്നെ സാരിയായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.